എന്ത് ചെയ്യാനാളിയാ? ചുമ്മാ ഇരുന്ന് എന്നെ വാവാന്ന് വിളിച്ച ചെല്ലായിരിക്കാൻ എന്റെ പെങ്ങളെ ഒരു ദിവസത്തേക്ക് എന്നെയും കൂടെ ഒന്ന് പ്രേമിക്കും. അതെങ്ങനെയാണ് രണ്ടുപേരും ഒരേ സമയത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ? അതെനിക്കറിയില്ല. കടിച്ചു പറയും കടിച്ചു പറയും. എന്തോ റൊമാൻസ്. അയ്യോ പാവം, ഒന്നാമതൊരു കാര്യമായിരുന്നു. ഹീറോ അവന്റെ ഒരു വലിയ ഇരിപ്പ് കണ്ടില്ലേ? നമ്മുടെ കേസ് എന്താണാവോ ഫയലിൽ ചേർക്ക? അല്ല, ധൃതിയൊന്നുമില്ല, ഓർമ്മിക്കാൻ വേണ്ടി പറഞ്ഞ. നമുക്കൊന്ന് ചുമ്മാ കറങ്ങി അടിക്കാം. നീ അത്രയ്ക്ക് ശീലാവധിയാണീ. ഇത് നിനക്കും കൂടെ ഉള്ളതാണെന്ന് വിചാരിച്ചു. വാലാട്ടിപ്പട്ടികൾ. നീ എന്താണ് നെപ്പോളിനെ കൂട്ടിരിക്കുന്നത്? കളയടാ, അവളല്ലെങ്കിൽ മറ്റൊരുത്തി. വർഗീസേ, ഇതെന്റെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമാണ്. ഓ, ഇതിലൊരു പുതുമ എനിക്ക് തോന്നുന്നില്ല. ഏതായാലും അവളുടെ കൈ നല്ല തഴമ്പുണ്ട്. എന്നെ ധിക്കരിച്ച ഒരുത്തിയും എന്നോട് മാപ്പ് പറയാതിരുന്നിട്ടില്ല. അറിയാ, നിനക്ക് അവളെ വേണം. കണ്ണ് മൂടി തുറക്കുന്നതിനകം നിനക്ക് ഞാൻ അവളെ കൊണ്ടുവന്നരാം. അവളായിട്ട് തന്നെ വരും. ഇതിന്റെ പ്രതികാരം ഞാൻ അവളോട് ചെയ്തില്ലെങ്കിൽ. വെരി ഗുഡ്. സരിതേ, സരിത ഒന്ന് നിൽക്കൂ. ഇതൊരു ശല്യമായല്ലോ. തനിക്കെന്താ വേണ്ടത്? എനിക്ക് അല്പം സംസാരിക്കാനുണ്ട്. വീട്ടിൽ അമ്മയില്ലേ? ഞാൻ പറയുന്നത് എനിക്കൊന്നും കേൾക്കണ്ട. സരിതേ, നീ എന്നെ മനസ്സിലാക്കാത്തോണ്ടാ. നോക്ക്, ഈ നാട്ടിൽ ആണുങ്ങളൊക്കെ ഉണ്ട്. വെറുതെ തടി കിടക്കണ്ട. സരിതേ, എന്നെ വിശ്വസിക്കും. മറ്റുള്ള പെൺകുട്ടികളെ കാണുന്ന പോലല്ല ഞാൻ സരിതയെ കാണുന്നത്. എനിക്ക് പറയാനുള്ളത് ദയവായി ഒന്ന് കേൾക്കൂ. തനിക്ക് ഭ്രാന്താണ്. വീട്ടിൽ പോയി പെണ്ണ് കെട്ടി തരാൻ പറ. അറിയാ, വിട്ടുകളാ, മനസ്സ് അപ്സെറ്റാക്കാ. നീ വണ്ടി വിട്ടു. ആ, ഇവിടെ എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോ പന്തുകളിയിലാവട്ടോ. ക്ഷീണിച്ചു വെക്കുവെന്നാ തോന്നണം. ഇങ്ങോട്ട് തന്നെ അവരുടെ വരവ്. ഇങ്ങനെ പോയാൽ കുതിരവട്ടത്ത് പോകേണ്ടി വരും. ഏതായാലും സൂക്ഷിക്കണം, അവരൊക്കെ പണക്കാരാ. കഴി വെച്ചേക്കാൻ പറ. എന്താ ഉർവശിമേനമാർ കളിച്ച് ക്ഷീണിച്ചു വെക്കുവാണ്? നമുക്കൊന്ന് കളിക്കാം. ചുമ്മാരിടാ. അറിയാ, നീ മനസ്സ് അപ്സെറ്റാക്കാതെ. സരിത വൈകിട്ട് ഫ്രീ ആണോ? എന്തിനാ? ലോഡ്ജിൽ പോകാനായിരിക്കും. അല്ല, അല്പം സ്വസ്ഥമായിട്ട് സംസാരിക്കാൻ. ജെയിംസ്, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ആഗ്രഹം നടക്കില്ല. അതിന് എന്നെ കിട്ടില്ല. നീ അപ്സെറ്റ് ആവാതാ. വേറെ പല നമ്പറുകളും നീ കിടക്കുവാ. വാ, ഞാൻ പറഞ്ഞുതരാം. വാടകണ്ണ. അല്ല വർഗീസ, വൈകിട്ടത്തെ പരിപാടി ഇന്ന് മാത്രം ഞാനില്ല. വേറൊരു പരിപാടിയുണ്ട്. അപ്പൊ നീ ജെയിംസ് ജോർജ് ഇല്ലാതെ പോവല്ലേ? കൂടെ പുറപ്പെ നീ അപ്സെറ്റ് ആകാതെ. നിന്നെ അറിയിക്കാതിരിക്കൂ ഞാൻ. വർഗീസേ, നമ്മുടെ സീതയുടെ ചാരിത്ര ശുദ്ധി നമുക്കൊന്ന് പരിശോധിക്കണമല്ലോ. നമുക്കൊരു അക്ടിവേഷൻ തന്നെ നടത്തിക്കളയാം. എന്നാ ഹോമോണ്ട് അറിയിക്കും. ആയിക്കോട്ടെ. തന്നെ ചുടാനാണോ? ശരിയേ, ഇങ്ങനെ നടന്ന് അറിയാലേ ഭൂമി കുലുങ്ങും. എത്ര പറഞ്ഞിട്ട് നാണമില്ലല്ലോ, തെണ്ടികൾ. സരിതമോളെ, നിന്നെ മിന്നുകെട്ട് ഞാൻ എടുത്തില്ലെങ്കിൽ എന്റെ പേര് ജെയിംസ് ജോർജ് എന്നല്ല. എന്റെ ശവമായിരിക്കും താൻ എടുക്കുന്നത്. സരിതേ, സരിതേ, എന്താടോ താൻ ഈ ലോകത്തൊന്നും അല്ലേ? സോറി മാഡം, തന്നെ പ്രിൻസിപ്പാൾ വിളിക്കുന്നു. മേലാൽ ഇത് ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. സർ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവരിങ്ങനെ ശല്യപ്പെടുത്താൻ തുടങ്ങിയാൽ ഞാൻ പിന്നെ എന്ത് വേണം? എങ്കിലും ഒരാണിന്റെ നേരെ കൈ ഉയർത്തിയത് അത്ര നന്നായില്ല. ഞാൻ പരമാവധി സഹിച്ചു സർ. സരിത ഒന്ന് മനസ്സിലാക്കണം, അവർക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. പക്ഷേ താനൊരു സ്ത്രീയാണ്. അതുകൊണ്ടാണ് സർ ഞാൻ ഇത്രയും ക്ഷമിച്ചത്. ജെയിംസ് ജോർജിന്റെ അപ്പച്ചൻ പ്രാംപറമ്പിൽ തോമസ് ജോർജ് ഈ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരനാണ്. അയാൾക്കിവിടെ പല സ്വാധീനങ്ങളും ഉണ്ട്. പണക്കാരുടെ മക്കൾക്ക് മാത്രം പഠിച്ചാ പോരല്ലോ സർ, ഞങ്ങൾക്കും കൂടി ഒന്ന് രക്ഷപ്പെടണ്ടേ? ഞാൻ ജെയിംസ് ജോർജിനെയും വർഗീസിനെയും വാൺ ചെയ്ത് അയച്ചിട്ടുണ്ട്. സരിത പോയിക്കോളൂ. താങ്ക് യു സർ. വർഗീസേ, കപ്പ്യാറിന്റെ ഉപദേശം സ്വീകരിച്ചിട്ട് വരുന്നതായിരിക്കും. കുംഭസാരം.
ഏത് അധികാരമായ നമുക്കെന്നാ ശരിക്കും ഏറ്റു. കംപ്ലീറ്റ്ലി അപ്സെറ്റാ മനസ്സ്. ഈ ജെയിംസ് ജോർജിനെ മനസ്സ് വിചാരിച്ചോ യാതൊരു കുഴപ്പമുണ്ടാകത്തില്ല. കേട്ടിട്ടും കേട്ടില്ല എന്നൊരു ഭാവമാ. എന്റെ പൊന്നു ആളെ. നിന്റെ യോഗമാ മോളെ. ഏതായാലും ഇത്രയും കാത്തിരുന്നില്ലേ അമ്മേ? ഇനി സരിതയുടെ പഠിപ്പ് കഴിയുന്നത് വരെ എനിക്കൊന്നും ആലോചിക്കണ്ട. എന്നാലും നിന്റെ പ്രായത്തിലുള്ളവര് കല്യാണം കഴിച്ച് കുഞ്ഞുങ്ങളുമായി കഴിയുന്നത് കാണുമ്പോ അമ്മയുടെ മനസ്സ് പെടയാ മോളെ. സാരമില്ലമ്മേ, എനിക്കാ ദുഃഖമില്ല. ജീവിത അവസാനം വരെ ഈ തയ്യൽ മിഷനുമായി കഴിയേണ്ടി വന്നാലും സരിതയെ ഞാൻ ഉദ്ദേശിച്ചെടുത്ത് കൊണ്ടെത്തിക്കും. അവളൊരു വക്കീലായിട്ട് വേണം നമ്മുടെ നഷ്ടപ്പെട്ട ഭൂമിയും സ്വത്തും തിരിച്ചെടുക്കാൻ. നമ്മളെ അനാഥരാക്കിയവരോട് പകരം ചോദിക്കേ. സരിതയുടെ അമ്മയും ചേച്ചിയല്ലേ? ആ, കുഞ്ഞിനെ മനസ്സിലായില്ലല്ലോ. ഞാൻ സരിതയുടെ ക്ലാസ്മേറ്റ്. ഓ, കുഞ്ഞും വക്കീലിനാണ് പഠിക്കുന്നത്. അതെ. ആ, അവളിതുവരെ വന്നില്ല. ഇത് സരിത വരുമ്പോ കൊടുത്തേക്കണേ. എന്താ ഇത്? സരിതയുടെ ഒരു ഫ്രണ്ട് ഇവിടെ ഏൽപ്പിക്കാൻ പറഞ്ഞത്. ഞാൻ മറ്റേ ആ, ഞാൻ കാപ്പി ഇട്ടുകൊണ്ട് വരാം മോളെ. ഹലോ, പിന്നെ സുഖമാണല്ലോ. ശരി. ഈ സാരി എങ്ങനെയാ കീറിയത്? എങ്ങനെയാ കീറിയതെന്ന്? എന്റെ സാരി കീറിയില്ലല്ലോ. നീ കള്ളം പറയാനും തുടങ്ങിയല്ലേ? നിന്നെ ഞങ്ങൾ വക്കീലിന് പഠിപ്പിക്കുന്നതേ കള്ളം പറയാനല്ല. കള്ളം പറയുന്നവരെ കൊണ്ട് അത് പറയിപ്പിക്കാതിരിക്കാനാണ്. ചേച്ചി, പിന്നെ നമ്മുടെ രേഖയില്ലേ, രേഖ അവളുടെ കയ്യെ പിന്നെ പെൻഷൻ വിദ്യാഭ്യാസം കുറഞ്ഞു പോയതിന്റെ പേരിൽ വയസ്സിന് മൂത്ത ഞാൻ നിന്റെ അനിയത്തിയാവണമെന്നില്ല. ദാ നിന്റെ ഫ്രണ്ടിന്റെ സമ്മാനം. ഫ്രണ്ട് ഏതാണെന്ന് നിനക്കറിയാമല്ലോ. അതിലും മായം കലർത്താൻ ഉദ്ദേശമുണ്ടോ? പഴയ സാരി കീറിയതിൽ വിഷമിക്കണ്ട. അതിനേക്കാൾ മനോഹരമായ മറ്റൊന്ന്. സ്വന്തം ജി. അറിവ് കൂടിപ്പോയതുകൊണ്ട് നീ ഇത്രമാത്രം നശിച്ചു പോകുമെന്ന് ഞാൻ കരുതിയില്ല. ചേച്ചി, ഞാനത് തെറ്റും ചെയ്തിട്ടില്ല. വേണ്ട, ഇനിയും ഞങ്ങൾ വിട്ടികളാക്കരുത്. എടി, മാനം വിറ്റ് കൈനീട്ടാൻ തയ്യാറായിരുന്നെങ്കിൽ എനിക്കും എന്തൊക്കെയോ നേടാമായിരുന്നു. എല്ലാവരും കൂടി ഒരുമിച്ച് ആത്മഹത്യ ചെയ്യാനുള്ള വഴി ഉണ്ടാക്കരുത്, പറഞ്ഞേക്കാം. സരിതമോളെ, ഞാൻ തന്ന സാരി എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഇതാ തന്റെ സാരി. എന്നാലും സരിത ഇങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചിരുന്നില്ല. അല്പം കടുപ്പമായി പോയി. മോളെ, ഈ ജെയിംസ് ജോർജിനെ
അവൾ ശരിക്കും മനസ്സിലാക്കാൻ പോകുന്നേ ഉള്ളൂ. ഇത്രയും കാലം പുറകെ നടന്നതല്ലേ, ഒന്ന് തൊടാൻ പോലും കഴിഞ്ഞില്ലല്ലോ. ഒരുത്തനും തിരിഞ്ഞു നോക്കാത്ത വിധം ഞാൻ അവളുടെ ജീവിതം തകർക്കും. അവസാനം അവൾ എന്റെ അടുത്ത് തന്നെ വരും. ആഹാ, അത് കൊള്ളാം. അതിനോട് കൂടിയിരിക്കായിരുന്നു. നിന്നെയും കാത്തി ഞാൻ ഇതുവരെ കവിത തിയേറ്ററിൽ വെയിറ്റ് ചെയ്യായിരുന്നു. വർഗീസേ, ഇനി അവളെ വെറുതെ വിട്ടുവിടാം. ഹാപ്പി ആയിരിക്കുന്ന ഒരു മൂഡിൽ നീ മനസ്സപ്സെറ്റ് ആക്കാറാ. അവളെ പൊക്കണോ? ഇന്ന് ഞാൻ പൊയ്ക്കൊണ്ടുവരാം. ഒരു ദിവസം എന്റെ കിടപ്പറയിൽ കിടത്തിയോണ്ട് മാത്രം എനിക്ക് അവളോടുള്ള പകരയില്ല. അവൾ നശിക്കണം. ഈ നാട് വിട്ടോടണം. അതിനൊക്കെ വഴി ഉണ്ടാക്കാന്നേ. എന്റെ കർത്താവെ, അടുത്ത ജന്മത്തിലെങ്കിലും എന്നെ ഒരു കരുതിയായിട്ട് ജനിപ്പിക്കണമേ. ജെയിംസ്, നിങ്ങൾ ജയിച്ചിരിക്കുന്നു. ഒരിക്കലും ജയിക്കാനാവാത്ത വിധം ഞാൻ തോറ്റു. ഇന്നത്തോടെ എന്റെ പഠിത്തം അവസാനിച്ചു. തൃപ്തിയായില്ലേ? ഇനി എന്നെ എന്റെ കുടുംബത്തെയും കൊല്ല്. എന്നിട്ട് ആ ശവങ്ങൾക്ക് മുകളിൽ കയറി നിന്ന് നിങ്ങളുടെ ആഗ്രഹം നിറവേറ്റ്. തന്റെ കിടപ്പറ പങ്കിട്ട എത്രയോ പെൺകുട്ടികൾ. അവയിൽ നിന്നെല്ലാം വ്യത്യസ്തമായൊരു മുഖമായിരുന്നില്ലേ സരിത? ആഗ്രഹങ്ങൾ സാധിക്കാതെ വന്നപ്പോൾ അതൊരു പ്രതികാരമായി മാറി. അതിത്രയും ക്രൂരമായിട്ട് വേണമായിരുന്നു. ഒരിക്കലും തിരുത്താനാവാത്ത തെറ്റല്ലേ താൻ സരിതയോട് ചെയ്തത്? അവളുടെ ഹൃദയത്തിലെ മുറിവുകൾ ഉണങ്ങുമോ? തനിക്കത് ഉണക്കാൻ കഴിയുമോ? ഇന്നോളം മറ്റുള്ളവരുടെ വേദനയിൽ ആനന്ദം കണ്ടിരുന്ന തനിക്ക് ഈ അസ്വസ്ഥത എവിടെ നിന്നുണ്ടായി? ഒരുപക്ഷെ ഇതിന്റെ പ്രത്യാഘാതം സരിതയുടെ കുടുംബത്തിന്റെ തകർച്ചയായിരിക്കില്ലേ? ആ സാധു കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷയും സരിതയിലായിരുന്നില്ലേ? സത്യത്തിൽ താൻ ജയിക്കുകയായിരുന്നു, അതോ എന്നേക്കുമായി അവളോട് തോൽക്കുകയല്ലായിരുന്നു?